പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക്. ഈ പാർക്ക് ഒക്ടോബർ 28 തുറക്കുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പാർക്ക് നമുക്ക് തുറന്ന് തരുന്നത്. നാളെ അതിൻ്റെ സംഘാടക സമിതി യോഗം അവിടെ വച്ചുണ്ട്. ആ സംഘാടക സമിതി യോഗത്തിൽ നമുക്കും പങ്കെടുക്കേണ്ടതുണ്ട്. പ്രകൃതിയിൽ നിന്നു പഠിക്കുക നമ്മൾ പരമാർത്ഥങ്ങൾ സത്യങ്ങൾ, പരമാർത്ഥങ്ങൾ സത്യങ്ങൾ. പ്രകൃതി, ശാസ്ത്രം, സാഹിത്യം, ഭാഷ, ഇതിൽ നിന്നൊക്കെയാണ് ആധുനിക മനുഷ്യ ജീവിതത്തിൻ്റെ പുതിയ അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഈ മനുഷ്യരും മൃഗങ്ങളും അങ്ങനെ പൊരുത്തപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. ഇനിമേൽ കൂട്ടിൽ മൃഗങ്ങളല്ല. തൃശ്ശൂരിലെ മൃഗശാലയിൽ മൃഗങ്ങൾ കൂട്ടിലായിരുന്നു. പക്ഷേ പുത്തൂരിൽ മൃഗങ്ങൾ കൂട്ടിലല്ല. കാനനഛായയിൽ ഒരു മൃഗലോകം. അത്ഭുത കാഴ്ചകൾ കാണാൻ ആരംഭകാലത്ത് പ്രതിവർഷം 40-50 ലക്ഷം കുട്ടികളടക്കം പേരവിടെ വന്നെത്തും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ജോൺ ക്യൂ നിരവധി സുവോളജിക്കൽ പാർക്കുകളുടെ ശില്പിയാണ്. 338 ഏക്കറോളം സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ശാസ്ത്രവും സാഹിത്യവും കലയും ഒക്കെ ഇതിന് കൂട്ടുണ്ട്. സഫാരി പാർക്കിൻ്റെ സങ്കല്പം പക്ഷി മൃഗലോകത്തെ വനത്തിനുള്ളിൽ പരിരക്ഷിക്കുക എന്നതാണ്. വനങ്ങളിലെ മൃഗലോകങ്ങളെ കാണാൻ കുട്ടികളും വലിയവരും ഇവിടെ കൂടെ വരും. ഇന്ത്യൻ കാടുകളിൽ മാത്രമല്ല, ലോകത്തിലെ വന്യജീവികൾ നമ്മുടെ പുത്തൂർ വനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വന്യമൃഗങ്ങൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഞാൻ കുട്ടികൾക്കായി 3 നോവലുകൾ എഴുതിയിരുന്നു. ചിമ്പുവും മിട്ടുവും, ചിമ്പുവിൻ ഉലഹം. സ്വാഭാവികമായും പാർക്ക് പുത്തൂരിൽ നിലവിൽ വരാനുള്ള തടസ്സങ്ങളെ നീക്കുന്നതിനു വേണ്ടി കൂടി കുട്ടികളെ അണിനിരത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അവസാനം ആ പുസ്തകം പുറത്തു വന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ പാർക്ക് വരുന്നതിന് മുമ്പ് ഈ ബാലനോവൽ പുറത്തു വന്നു. ആ സന്ദർഭത്തിൽ നമ്മളോടൊത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷും സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖനും, അതുകൂടാതെ നമ്മളോടൊത്ത് ഇപ്പോഴത്തെ നമ്മുടെ റവന്യൂ മന്ത്രി രാജനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകം വെറും 11 വയസ്സായ ആസ്റ്റിൻ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഉക്കിയോട്ടോ പ്രിൻറ്റേഴ്സാണ് ഇത് പുസ്തകമാക്കിയത്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ പുസ്തകം എത്തിക്കഴിഞ്ഞു. വിദേശങ്ങളിൽ നിന്നും ഓസ്ട്രേലിയ അടക്കം മൃഗലോകത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടുത്തെ കങ്കാരുക്കളെയും വാലബികളെയും മറ്റു മൃഗലോകത്തെയും കണ്ട് അത്ഭുതപ്പെട്ടു. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് കങ്കാരുക്കളാണ് കേട്ടോ. വയറ്റിലെ സഞ്ചിയിൽ കുട്ടികളെ ഇട്ട് നടക്കുന്ന കങ്കാരുക്കൾ.
നോക്കൂ, കങ്കാരു കേരളത്തിലേക്ക് എന്ന ബാലസാഹിത്യ കൃതി രൂപപ്പെട്ടത് അങ്ങനെയാണ്. ഈ കൃതി വായിച്ചിട്ടൊരു 3-ാം ക്ലാസ്സുകാരി ഉത്തരാനിക്കൽ കങ്കാരുവും ഉണ്ണിമാമനും കുട്ടിയോളും എന്ന പുസ്തകവും എഴുതി. പുസ്തകത്തിന് മലയാളത്തിലെ കുട്ടികൾ വലിയ പിന്തുണയാണ് നൽകിയത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുകയാണ്. ഒക്ടോബർ 28-ന് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും. അടുത്ത ജനുവരി മുതൽ അവിടേക്കുള്ള പ്രവേശനം കുട്ടികൾക്കും മുതിർന്നവർക്കും ആരംഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഞാൻ എഴുതിയ മലമുകളിലേക്കൊരു യാത്ര ഇപ്പോൾ 2-ാം ക്ലാസ്സിലെ കുട്ടികൾ ഭാഷാ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥി ലോകത്തോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഒത്തുപിടിച്ചോളിൻ എന്നാണ്. 3-ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലും അങ്ങനെ ഒത്തുപിടിക്കാനുള്ള ആഹ്വാനം ചെയ്യുന്നു. ഒത്തുപിടിച്ചോളിൻ, ഒന്നായി നിന്നോളിൻ, അക്കര ഇക്കരയെല്ലാം നോക്കി കണ്ടുപഠിച്ചോളിൻ, ഒലഞ്ഞാലിക്കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ, അക്കര ഇക്കരയെല്ലാം നോക്കി കണ്ടു നടന്നോളിൻ. കൂട്ടുകാരെ, വരൂ, നമുക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകാം. നമസ്കാരം.